ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാനൊരുങ്ങി എക്സൈസും. ആലപ്പുഴയിൽ 2 കോടിയിലേറെ രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുമായുള്ള ബന്ധം കണ്ടെത്താനാണ് ചോദ്യം ചെയ്യൽ. തസ്ലീമയുടെ ഫോൺ കോൾ ലിസ്റ്റിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും നമ്പറുകൾ ഉണ്ടായിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും എക്സൈസ് സംഘം ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണല്ലോ. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ദമ്പതികളെ പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തുടർ നടപടികളായിരിക്കും ഇനി ഉണ്ടാകുക? ടോണി 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും തസ്ലീമയുടെ ഫോൺ കോൾ വിവരങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറെ വൈകിയാണെങ്കിലും ഇപ്പോൾ ശ്രീനാഥ് ഭാസിയെയും അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് എക്സൈസ് എത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് ഈ മാസം 1-ാം തീയതിയാണ് ഈ കേസ് ഉണ്ടാകുന്നത്. ഈ കേസ് ഉണ്ടായി ഇത്രയും ദിവസത്തിനകവും കൃത്യമായ മൊഴിയും എല്ലാം ഉണ്ടായിട്ടും ഇവരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന പരാതി ശക്തമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, പോലീസ് സംഘം 3ആയി തിരിഞ്ഞ് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. 3 പ്രതികളാണ് അവിടെ അറസ്റ്റിലായത്. 3 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എക്സൈസിൻ്റെയും തുടർ നടപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ കൃത്യമായ ഒരു ഇവരിലേക്ക് എത്താൻ, ശ്രീനാഥ് ഭാസിയിലേക്കും അതോടൊപ്പം തന്നെ ഷൈൻ ടോം തോമസിലേക്കും എത്താനുള്ള തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചു എന്നുള്ള സൂചനകളുണ്ട്. ഇത് എല്ലാം തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇരുവരെയും സിനിമാ മേഖലയിലുള്ള ഇവരുടെ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷൈൻ ടോം ചാക്കോയെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എക്സൈസ് കടക്കുന്നത്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകളിലും മറ്റും, തസ്ലീമയുടെ വാട്സപ്പ് ചാറ്റുകളിലും മറ്റും ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ളതും അതോടൊപ്പം ഷൈനോടൊപ്പമുള്ളതുമായ സംഭാഷണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തതായി കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ നിരവധി തവണ ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും എല്ലാം വ്യക്തമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് എക്സൈസ് ഏറെ വൈകിയാണെങ്കിലും കടക്കുന്നത്.